ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് ലിബിയ. ഞാൻ തിരുവനന്തപുരം പുതിയതുറ സെൻറ്റ് നിക്കോളാസ് ചർച്ചിൽ നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ഇവിടെ 7-ാം മാസം 9-ാം തീയതിയാണ് ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുക്കുന്നതിന് മുമ്പാണ് എനിക്ക് ആദ്യത്തെ അത്ഭുതം എൻ്റെ മാതാവിൽ നിന്ന് കിട്ടുന്നത്. എൻ്റെ മോളുടെ തലയിൽ ചെറിയ ചെറിയ കുരുക്കളുണ്ടായി. അത് പിന്നീട് പൊട്ടി അതിൻ്റെ വെള്ളം സ്പ്രെഡായിട്ട് തല മുഴുവനും വ്രണങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുമായിരുന്നു. ഒരു മനുഷ്യൻ കണ്ടാൽ ശരിക്കും അറപ്പ് തോന്നുന്ന രീതിയിലായിരുന്നു മോളുടെ തലേന്ന് കിടക്കുന്ന തലങ്ങണയാണെങ്കിൽ പോലും നനഞ്ഞു കുതിർന്നാണ് എൻ്റെ മോള് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നത്. ആ രീതിയിൽ അത്രയും നല്ല വ്രണമായിട്ടായിരുന്നു എൻ്റെ മോളുടെ തലയൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ എനിക്ക് പേടിയായിരുന്നു. വലിയ എന്തെങ്കിലും അസുഖമായിരിക്കുമോ എന്ന് ഒത്തിരി ഭയന്നു. പക്ഷേ എങ്ങും കൊണ്ടുപോയില്ല. എൻ്റെ കയ്യിൽ കൃപാസനത്തിൽ പത്രം ഉണ്ടായിരുന്നു. എവിടെ നിന്നോ എൻ്റെ കയ്യിൽ കിട്ടിയതാണ്, ആരോ തന്ന പത്രം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാനത് വെച്ച് എൻ്റെ മോളുടെ അടുത്ത് വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ കിടക്കുന്നതിന് മുമ്പ് എൻ്റെ മോളുടെ അടുത്ത് വെച്ച് ഞാൻ പ്രാർത്ഥിച്ചിട്ട് കിടന്നു. അത്ഭുതം എന്ന് പറയണം, പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ എൻ്റെ മോളുടെ തലയിൽ 1-2 മുറിവുകളുടെ പാട് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ മുറിവും അമ്മ പൂർണ്ണമായിട്ട് സൗഖ്യപ്പെടുത്തിയിരുന്നു. മോളുടെ തന്നെ എനിക്കും ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ഒരേ തോർത്തും ചീപ്പും ഒക്കെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവളുടെ നിന്ന് തന്നെ എനിക്കും അത് പകർന്നിട്ടുണ്ടായിരുന്നു. തലയിൽ മൊത്തവും മുറിവായി. ഒരു മുറിവിൽ നിന്ന് അതിൻ്റെ വെള്ളം വീണ് അങ്ങനെ തല മൊത്തം സ്പ്രെഡായി. ചീപ്പ് പോലും വെക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. എൻ്റെ മോളുടെ എന്ന് പറഞ്ഞാൽ നല്ല ചുരുണ്ട മുടിയാണ്. അപ്പോൾ 1-2 ദിവസം അത് ചീകിയില്ലെങ്കിൽ നിറയെ ചടയായിട്ട് മുടി വെട്ടിക്കളയേണ്ട അവസ്ഥ വരും. അതുപോലെ ചുരുണ്ട് കിടക്കുന്ന മുടിയാണ്. അപ്പോൾ എനിക്ക് ഒത്തിരി സങ്കടം ഉണ്ടായിരുന്നു. ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തിയ ആ മുടിയും വെട്ടിക്കളയണം. മോളുടെ തലയിലാണെങ്കിൽ നല്ല സ്മെല്ല് വരെ ഉണ്ടാകുന്ന ഒരു രീതിയിലുള്ള മുറിവായിരുന്നു. അപ്പോൾ ഞാനങ്ങനെ മാതാവിൻ്റെ ആ പത്രം വെച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം പൂർണ്ണമായി സൗഖ്യമായി. പാടുകൾ മാത്രം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഒരു പാട് പോലും അവളുടെ തലയിലില്ല. അതിനുശേഷം ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത്, ഉടമ്പടിയിൽ ഞാൻ വെച്ചില്ല എങ്കിൽ പോലും ഞാൻ പ്രാർത്ഥിച്ചിരുന്നു, അമ്മേ എൻ്റെ തലയിലും ആ മുറിവുകളുണ്ട്, എനിക്കത് സുഖപ്പെടുത്തി തരണമേ. മുടി ചീവാനോ എവിടെ പോയാലും ചീകി വെക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു. അങ്ങനെ ഞാൻ വന്ന് പ്രാർത്ഥിച്ച് അമ്മയടുത്ത് ഞാൻ പറഞ്ഞു, എല്ലാവരും ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്നു, ഞാനും അമ്മയടുത്ത് ഒരു ഡേറ്റ് പറയുവാണ്, എനിക്ക് ആ ഡേറ്റിനുള്ളിൽ അമ്മ മാറ്റിത്തരണമെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ ഞാൻ ആ ഡേറ്റ് മറന്നു പോയെങ്കിൽ കൂടി ഒരു 2 ആഴ്ച ആയില്ല, എൻ്റെ തലയിലെ മുറിവുകളെല്ലാം മാറി പൂർണ്ണ സൗഖ്യം എനിക്ക് കിട്ടി. ഒരു മുറിവോ ഒരു പാട് പോലും എനിക്കിപ്പോൾ ഇല്ല. എൻ്റെ അമ്മക്ക് 1000 നന്ദി. പിന്നെ എൻ്റെ ഭർത്താവിന് നല്ല നടുവേദന ഉണ്ടായിരുന്നു. എൻ്റെ ഭർത്താവ് ബോട്ടിൽ ജോലി ചെയ്യുന്ന ആളാണ്. അപ്പോൾ നല്ല വെയിറ്റുള്ള മീനാണേലും സാധനങ്ങളാണേലും ഒക്കെ എടുക്കുന്നതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നടുവേദന കാരണം ഒന്നും ചെയ്യാനൊക്കെ ബുദ്ധിമുട്ട്. എൻ്റെ അടുത്ത് എപ്പോഴും വന്ന് പറയുമടി എനിക്ക് നല്ല നടുവേദനയുണ്ട്. അപ്പം ഞാൻ എൻ്റെ ഉടമ്പടിയിലത് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു, എൻ്റെ ഭർത്താവിൻ്റെ നടുവേദന മാറ്റിത്തരണേന്ന്. അമ്മയടുത്ത് നിന്ന് ഞാൻ പിന്നെ ഇവിടുന്ന് ഉടമ്പടി തൈലം ഞാൻ കൊണ്ടുപോയി വീട്ടിൽ പോയി അമ്മയടുത്ത് പ്രാർത്ഥിച്ച് വിശ്വാസത്തോടെ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ഞാനത് നടുവിന് ഇട്ട് കൊടുത്തു. ഒരു 2-3 ദിവസങ്ങളൊക്കെ കഴിഞ്ഞു. ഞാനും മറന്നുപോയി ആ കാര്യം, ചാനും മറന്നു. അത് കഴിഞ്ഞപ്പോൾ ഈ ചാൻ എൻ്റെ അടുത്ത് തന്നെ ഇങ്ങോട്ട് പറഞ്ഞ്, എടി ഇപ്പം എനിക്ക് പഴയ പോലെ നടുവേദനയൊന്നുമില്ല, നീ എന്തെങ്കിലും ചെയ്തോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാനൊന്നും ചെയ്തില്ല, ഞാൻ അമ്മയടുത്ത് പ്രാർത്ഥിച്ചിരുന്നു നടുവേദന മാറ്റിത്തരണമെന്ന്. എൻ്റെ ഉടമ്പടിയിൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം എനിക്ക് നടുവേദന ഇല്ലെന്ന് പറഞ്ഞ്. അതും എൻ്റെ അമ്മ തന്ന ഒരു വലിയ അനുഗ്രഹം തന്നെയാണ്. അടുത്തത് ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ള എല്ലാവർക്കും, ഞങ്ങളൊരു കടപ്പുറം പ്രദേശമാണ്. അപ്പോൾ ഞങ്ങളുടെ അടുത്തുള്ള എല്ലാവർക്കും വരുന്നത് മോട്ടറിൽ നിന്ന് വരുന്നത് ഉപ്പ് വെള്ളമാണ്. തുണി അലക്കാനൊക്കെ മാത്രമേ അത് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ, അല്ലാതെ വേറൊന്നിനും ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വെള്ളമായിരുന്നു. ഞങ്ങൾക്കിത് മോട്ടർ താത്തുമ്പോൾ അവർ കുഴിച്ചിട്ടിട്ട് വിശ്രമിക്കുന്ന നേരത്തിന് ഞാൻ അകത്ത് പോയി വിശ്വാസ പ്രമാണം ചൊല്ലി ഇവിടുത്തെ വെഞ്ചരിച്ച ഉപ്പ് കൊണ്ടുവന്ന് ഞാൻ ആ കുഴിയിലോട്ടിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ അമ്മേ എനിക്ക് എല്ലാ കാര്യത്തിനും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ഉപ്പൊന്നും ഇല്ലാത്ത നല്ല വെള്ളം തന്നമ്മ അനുഗ്രഹിക്കണമെന്ന്. എന്തായിരുന്നാലും മോട്ടർ താത്തി ആദ്യത്തെ 2 ദിവസം കുറച്ച് മണ്ണ് മാത്രമേ വരുന്നുണ്ടായിരുന്നുള്ളൂ, ഉപ്പൊന്നുമില്ല. ഇപ്പോൾ വരെയും ഞങ്ങൾ ആ വെള്ളമാണ് ചോറ് വെക്കാനാണേലും കറിക്കാണേലും എന്തിനാണേലും ഉപയോഗിക്കുന്ന. ഒരു തുള്ളി ഉപ്പ് പോലും ഇല്ല. നല്ല തെളിഞ്ഞ വെള്ളം അമ്മ ഞങ്ങൾക്ക് തന്ന് അനുഗ്രഹിച്ച്. പിന്നെ എൻ്റെ ഇച്ചാന് ചെറിയൊരു ദുശീലം ഉണ്ടായിരുന്നു. ഒരു 6-7 വർഷങ്ങളായിട്ട് ഞാനോ ഇച്ചാൻ്റെ അമ്മയോ ആരും പറഞ്ഞിട്ട് ഇച്ചാൻ നിർത്താത്ത ഒരു ദുശീലമായിരുന്നു അത്.
ഒരു ദിവസം വീട്ടിലിങ്ങനെ ഫേസ്ബുക്കിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, എപ്പോഴും ഇതല്ലേ കാണുന്ന ഈ ചായ, ഒരു ദിവസം ഇതൊന്ന് കണ്ടു നോക്കെന്ന് പറഞ്ഞിട്ട് യൂട്യൂബിൽ ഒരു സാക്ഷ്യം ഞാൻ കാണിച്ചു കൊടുത്തു. ഇച്ചാനത് കണ്ട് തീർന്നതും എൻ്റെ അടുത്ത് പറഞ്ഞ്, ഞാനിനി അത് ഉപയോഗിക്കത്തില്ല, വീട്ടിലിരിക്കുന്നത് എല്ലാം എടുത്ത് കളഞ്ഞു, ഞാൻ ഉറപ്പായിട്ട് ഇനി ഉപയോഗിക്കത്തില്ല. സാധാരണ ബോട്ടിൽ പോകുന്നവരാണ് ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്, ഇപ്പോഴും ബോട്ടിൽ തന്നെയാണ് പോകുന്നത്. പക്ഷേ ഇന്ന് ഈ നിമിഷം വരെയും അന്ന് എടുത്ത് കളഞ്ഞ സാധനം ഇന്ന് ഈ നിമിഷം വരെ എൻ്റെ ഇച്ചാൻ ഉപയോഗിച്ചിട്ടില്ല. അത് നമുക്ക് കോടാനുകോടി നന്ദി ഞാൻ പറയുന്നു. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഞാൻ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് തന്നെ എൻ്റെ ബന്ധത്തിലുള്ളവരൊക്കെ എന്തെങ്കിലും അസുഖം വരുമ്പോൾ എൻ്റെ അടുത്ത് വന്ന് പറയും, മോളെ ഇച്ചിരി അത് കൊണ്ടുവന്ന് പ്രാർത്ഥിക്കുമോ, അമ്മച്ചിക്ക് സുഖമില്ല അങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാൻ പോയി പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ ഞാൻ കഴിഞ്ഞ ഒരിടക്ക് ഞാൻ പോയി, എൻ്റെ ഒരു അമ്മച്ചിക്ക് വയ്യാതെ കിടക്കുമായിരുന്നു, അവിടെ പോയി ഞാൻ പ്രാർത്ഥിച്ച് അമ്മയുടെ തൈലവും ഉപ്പും ഒക്കെ കൊടുത്ത് പിറ്റേ ദിവസമായപ്പോൾ കുഞ്ഞമ്മ വിളിച്ചിട്ട് പറഞ്ഞ്, ഇച്ചിരി കുറവൊക്കെ ഉണ്ട് അമ്മാമ്മക്ക്, അമ്മാമ്മ ഇപ്പോൾ പയ്യെ നടന്ന് വന്ന് ഇരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇപ്പം ആൾ പൂർണ്ണമായിട്ടും കിടപ്പായി. എങ്കിലും അന്നമ്മ എനിക്ക് ആ സൗഖ്യം തന്ന് അനുഗ്രഹിച്ചായിരുന്നു. പിന്നെ കഴിഞ്ഞ ഒരു 2 മാസം മുമ്പ് എൻ്റെ ചിറ്റപ്പന് കുടലിൽ കുരുക്കളുണ്ടായിരുന്നു. ചിറ്റപ്പനത് കാര്യമാക്കിയില്ല, അത് ഭക്ഷണ സമയത്തിന് കഴിക്കത്തില്ല, പിന്നെ ചീട്ടുകളിയൊക്കെ ഉള്ളതുകൊണ്ട് പുള്ളി ഫുഡൊക്കെ കഴിക്കാതെയൊക്കെ ഇരുന്നിരുന്ന് കുടലിൽ മൊത്തം പുണ്ണായി. പക്ഷെ അത് ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കാനും പേടിച്ചിട്ട് ഹോസ്പിറ്റലിൽ കാണിക്കാതെ വെച്ച് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഭയങ്കര വേദന സഹിക്കാൻ പറ്റാതായി പറഞ്ഞു, എന്നെ കൊണ്ട് ആശുപത്രി പോകണം, എനിക്ക് തീരെ സഹിക്കാൻ പറ്റുന്നില്ല എന്ന്. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവരെ എക്സ്റേ എടുത്തു, സ്കാൻ ചെയ്തൊക്കെ നോക്കിയപ്പോൾ കുടൽ പൊട്ടി, ഫുഡിൻ്റെ വേസ്റ്റെല്ലാം കുടലിൽ നിന്ന് പുറത്ത് വന്ന് വയറിൽ കിടന്ന് ഇൻഫെക്ഷനായി. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഓപ്പറേഷൻ ചെയ്താലും ആൾ ചിലപ്പോൾ കിട്ടണമെന്നില്ല, ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ ആൾ ഉറപ്പായിട്ടും മരിക്കും എന്ന് ഡോക്ടർമാർ പറഞ്ഞു. അന്ന് തന്നെ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. അന്ന് ഒരു ഉച്ചയോടെ ഓപ്പറേഷൻ തിയേറ്ററിൽ അവർ കയറ്റി. അപ്പോൾ ആൾക്ക് നല്ല പേടിയുണ്ടായിരുന്നു. പുറത്തിരുന്ന് ഞാനും ചിറ്റപ്പൻ്റെ മോളായിട്ടിരുന്ന് പ്രാർത്ഥിച്ചു, മാതാവേ ഒരു ആപത്തും വരുത്തരുതെന്ന്. അങ്ങനെ പ്രാർത്ഥിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾക്കന്ന് പള്ളി പെരുന്നാളായതുകൊണ്ട് ഞങ്ങളങ്ങ് പോയി. രാത്രിയായപ്പോൾ ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞു, ഓപ്പറേഷൻ കഴിഞ്ഞ് ICUവിലോട്ട് മാറ്റിയ ആളാണ്, പക്ഷെ ഒന്നും പറയാനായില്ല, ഇതുവരെ കണ്ണുപോലും തുറന്നിട്ടില്ല എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഞാൻ ചെന്ന് ഞാൻ കണ്ടപ്പോൾ ICUവിലാണ് ആൾ. അപ്പോൾ ICUവിടെ അകത്ത് അങ്ങനെ എല്ലാവർക്കും കയറാൻ പറ്റത്തില്ല, എങ്കിലും ഞാൻ പറഞ്ഞു എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞ് ഞാൻ പോയി കണ്ടപ്പോൾ കൃത്രിമ ശ്വാസത്തിലാണ് കിടക്കുന്ന ആൾ. ഓപ്പറേഷൻ കഴിഞ്ഞ് തലേദിവസം മേജർ ഓപ്പറേഷനാണ്, അത് കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് ഞാൻ പോകുന്നത്. ശ്വാസത്തിൽ കിടക്കുന്നു, വയറ്റിൽ ട്യൂബ് ഇട്ടിട്ടുണ്ട്, യൂറിന് ട്യൂബ് ഇട്ടിട്ടുണ്ട്, കയ്യിൽ ട്യൂബ് ഇട്ടിട്ടുണ്ട്, 2 ട്രിപ്പാണ് കയറ്റിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു അവസ്ഥയിൽ കിടക്കുന്ന ഒരാൾ, അത് കണ്ട് എനിക്ക് ഭയങ്കര സങ്കടമായി. ഞാനപ്പോൾ ഇവിടെ വന്നിട്ട് പ്രാർത്ഥിച്ച് കുറേ നേരം, ഞാനിവിടെ വന്ന് ഒരു 8-8:30 ആയ സമയത്ത് ഞാനിവിടെ വന്നിരുന്ന് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച്, മാതാവേ ആരും ഇല്ല എൻ്റെ ചിറ്റപ്പന്, അമ്മ തുണയായിട്ടുണ്ടായിരിക്കണം, മക്കളൊക്കെ ഉണ്ടെങ്കിൽ പോലും അവരുടെ കാര്യങ്ങളിൽ തിരക്കാണ്, ചിറ്റപ്പനെ നോക്കാനായിട്ട് അവർക്ക് പറ്റുന്നില്ല, ആ ഒരവസ്ഥയായിരുന്നു. പക്ഷേ എങ്കിൽ പോലും ഒരു അപകടമെന്ന് പറഞ്ഞപ്പോൾ അവർ വന്നു. എങ്കിലും ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ എൻ്റെ ചിറ്റപ്പന് സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കണേ, പൂർണ്ണ സൗഖ്യം കൊടുക്കണേ എന്നൊക്കെ വന്ന് ഞാൻ പ്രാർത്ഥിച്ച് കരഞ്ഞ് ഞാനിവിടെ നിന്ന് പ്രാർത്ഥിച്ച് ഞാനിവിടെ നിന്ന് ഇറങ്ങി അവിടെ ചെന്ന് ഞാൻ പറഞ്ഞു, ചേട്ടാ എനിക്ക് മാതാവിൻ്റെ എന്തെങ്കിലും ഒരു വസ്തു എനിക്ക് തരണം, കാരണം ചിറ്റപ്പനെ ഇങ്ങനെ ICUവിൽ കൊണ്ട് കൊടുക്കാനായിട്ടാണ്, ഒരു പത്രമാണെങ്കിലും കുഴപ്പമില്ല, എനിക്ക് തന്നേ പറ്റത്തുള്ളെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞ് വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ചേട്ടൻ അകത്ത് പോയി കുറച്ച് കാശ് രൂപ എനിക്ക് എടുത്തുകൊണ്ട് തന്നിട്ട് പറഞ്ഞ്, ഇതിനേക്കാളും വലുത് വേറൊന്നുമില്ല, ഇത് കൊണ്ടുപോയി കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനിതും മേടിച്ച് ഇവിടുന്ന് ഞാൻ പോകുന്ന വഴിയിൽ വെച്ച് ചിറ്റപ്പൻ്റെ മോനെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഒത്തിരി ലേറ്റായി, എനിക്ക് 2 കുഞ്ഞു മക്കളാണുള്ളത്. ഞാൻ പറഞ്ഞു, ചേട്ടാ ഇനി ഞാൻ ആശുപത്രിയിലോട്ട് വരുന്നില്ല, ഈ കാശ് രൂപം കൊണ്ട് കൊടുക്കണം, ഞാൻ വീട്ടിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞു. കാശ് രൂപം കൊടുത്ത് ഞാൻ വീട്ടിൽ പോയി. ഒരു 10-10:30 ആയപ്പോൾ ആശുപത്രിയിൽ നിന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞ്, മോളെ നീ കൊണ്ടുവന്ന കാശ് രൂപം ഞങ്ങൾ അച്ഛൻ്റെ ബെഡിൻ്റെ അടുത്ത് കൊണ്ട് വെച്ചത്, ഡോക്ടർ വന്നിട്ട് പറഞ്ഞു ഒന്ന് നടന്നു നോക്കാവാന്ന് പറഞ്ഞതും അച്ഛനൊരു കുഴപ്പമില്ലാതെ എഴുന്നേറ്റ് നടന്നെന്ന് പറഞ്ഞു. അപ്പോൾ മേജർ ഓപ്പറേഷൻ കഴിഞ്ഞ്
ICU നിന്ന് ഇറക്കിയിട്ടില്ല, ICUവിൽ തന്നെ കിടക്കുക. ഓപ്പറേഷൻ കഴിഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞതേ ഉള്ളൂ. അയാൾ അത്ഭുതകരമായിട്ട് നടന്നു. അതും അമ്മ തന്ന വലിയൊരു അനുഗ്രഹം തന്നെയായിരുന്നു. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഞാനിവിടെ ഉടമ്പടി പുതുക്കാനായിട്ട് വന്നെന്ന് എനിക്ക് നല്ല വയറുവേദനയായിരുന്നു, കഠിനമായ വയറുവേദന. എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഛർദ്ദിക്കാൻ വരുന്നു. അന്ന് അച്ഛൻ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. അച്ഛൻ്റെ അടുത്ത് ഞാൻ വന്നിട്ട് പറഞ്ഞു, വെച്ചാൽ എനിക്ക് പറ്റുന്നില്ല, ഞാൻ ഇവിടെ വന്നപ്പോൾ തൊട്ട് എനിക്ക് ഭയങ്കരമായ വയറുവേദന. അപ്പം ഞാൻ അവിടെ ഇരിക്കുമ്പോഴേ എനിക്ക് എൻ്റെ മനസ്സിൽ പറയുന്നുണ്ട്, വിളക്കിൽ നിന്ന് എണ്ണ എടുത്ത് തൂക്കൂ, വിളക്കിൽ നിന്ന് എണ്ണ എടുത്ത് തൂക്കുമെന്ന്. പക്ഷേ ഈ വിളക്കാണ് എനിക്കൊരു തിട്ടവും കിട്ടുന്നില്ല. എങ്കിലും ഞാൻ അച്ഛൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അച്ഛാ എനിക്ക് പറ്റുന്നില്ല, നല്ല വയറുവേദന, ഞാൻ ഇങ്ങനെ ഉടമ്പടി പുതുക്കാമെന്നാണെന്ന് പറഞ്ഞു. അപ്പം അച്ഛൻ പറഞ്ഞു, മോളെ ഒരു കാര്യം ചെയ്യും, നീ പ്രാർത്ഥിച്ചിട്ട് ആ വിളക്കിൽ നിന്ന് കുറച്ച് എണ്ണ എടുത്ത് നിൻ്റെ വയറിൽ നീ എവിടെയെങ്കിലും ബാത്റൂമിൽ എവിടെയെങ്കിലും പോയിട്ട് ഇച്ചിരി തടകെന്ന് പറഞ്ഞു. ഞാനത് അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ അപ്പം തന്നെ ഞാൻ പോയി പ്രാർത്ഥിച്ച് അതിൽ നിന്ന് കുറച്ച് എണ്ണ എടുത്ത് ഞാനവിടെ പോയി മാറി നിന്ന് എൻ്റെ വയറ്റിൽ പുരട്ടി. അത്ഭുതം എന്ന് പറയണം, കുറച്ച് നേരത്തിനുള്ളിൽ ഞാൻ വന്നിട്ട് പറഞ്ഞ്, ഇച്ചാ എൻ്റെ വയറുവേദന മാറി. അച്ഛനിങ്ങനെ പറഞ്ഞ് ഞാനത് അതുപോലെ ചെയ്ത് അതോടെ എൻ്റെ വയറുവേദന മാറിയെന്ന് പറഞ്ഞു. അതും എനിക്ക് വലിയൊരു അത്ഭുതം തന്നെയാണ്. കാരണം അത്ര ഞാൻ സഹിക്കാൻ പറ്റാതെയാണ് ഞാനിവിടെ ഇരുന്നത്. നല്ല രീതിയിലുള്ള വയറുവേദന ഉണ്ടായിരുന്നു. ഇതുപോലെ ഒത്തിരി കാര്യങ്ങൾ, പൈസയുടെ ബുദ്ധിമുട്ടുകളാണെങ്കിൽ പോലും ഓരോ പ്രാവശ്യവും എനിക്ക് ബുദ്ധിമുട്ടുകളുണ്ടാകുമ്പോൾ ഏതെങ്കിലും ഒരു രീതിയിൽ അമ്മേനെ സഹായിക്കും. ഞാൻ വന്ന് അമ്മയടുത്ത് പ്രാർത്ഥിക്കും. ഞാൻ അമ്മയടുത്ത് എപ്പോഴും പ്രാർത്ഥിക്കുന്നത്, ഞാൻ അമ്മയുടെ മോളല്ലേ അമ്മ, അതായത് എന്നെ കെട്ടിച്ചു വിട്ടത് ട്രിവാൻഡ്രത്താണ്, എൻ്റെ അച്ഛനും അമ്മയും എവിടെയാണ്, എനിക്ക് അവിടെ ആരുമില്ല, ഞാനും എൻ്റെ ഭർത്താവും മാത്രമേ ഉള്ളൂ. എനിക്കൊരു സങ്കടം വന്നാലോ ബുദ്ധിമുട്ട് വന്നാലോ എനിക്ക് ഫോൺ വിളിച്ച് പറയാനല്ലാതെ എന്നെ ആശ്വസിപ്പിക്കാനോ എൻ്റെ അടുത്ത് ആരുമില്ല. എൻ്റെ ഭർത്താവ് ബോട്ടിൽ പോവും, 15 ദിവസം ചിലപ്പോൾ 1 മാസമൊക്കെ കഴിഞ്ഞേ കരക്ക് വരത്തുള്ളൂ. അപ്പം ഞാൻ എൻ്റെ അമ്മയുടെ അടുത്താണ് പ്രാർത്ഥിക്കുന്നത്. ഒരു അമ്മയുടെ അടുത്ത് എങ്ങനെ ഞാൻ പ്രാർത്ഥിക്കാവോ സംസാരിക്കുമോ അതുപോലെ ഞാനിരുന്ന് എൻ്റെ മാതാവിൻ്റെ അടുത്ത് ഞാൻ പ്രാർത്ഥിക്കും. അമ്മേ, എനിക്ക് അമ്മ മാത്രമല്ലേ ഉള്ളൂ, ഞാൻ ആരോടെ എൻ്റെ വിഷമങ്ങളൊക്കെ പറയേണ്ട, ഇങ്ങനെ ഇരുന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും. അതുകൊണ്ട് തന്നെ ആയിരിക്കാം എന്തൊരു വിഷമഘട്ടം വന്നാലും ഞാൻ അമ്മയടുത്ത് പ്രാർത്ഥിച്ച ഉടനെ തന്നെ അമ്മ എനിക്ക് അതിനുത്തരം തരും. ഒരു കാലത്ത് അമ്മ ഇന്ന് ഈ നിമിഷം വരെ എന്നെ ഒന്നിനും അമ്മ എന്നെ പുറകോട്ട് വലിച്ചിട്ടില്ല. എല്ലാ കാര്യവും നല്ല രീതിയിൽ തന്നെ സാധിച്ചു തരും. പിന്നെ എനിക്ക് സങ്കടം ഉണ്ടായ 2 കാര്യങ്ങളുണ്ടായിരുന്നു. ഒന്ന്, ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ 3ാമത് പ്രഗ്നൻ്റ് ആണെന്ന് അറിയുന്നത്. ഭയങ്കര സന്തോഷമായിരുന്നു, അധികമായിട്ട് സന്തോഷിച്ചു, ഒത്തിരി സന്തോഷിച്ചു. പലരും പറഞ്ഞു 3ാമത്തെ ഇപ്പോൾ ഉടനെ ആവശ്യമുണ്ടായിരുന്ന എന്നൊക്കെ. പക്ഷേ ദൈവം തന്നതാണ് എന്ന് പൂർണ്ണമായിട്ട് വിശ്വസിച്ചു. പക്ഷെ ഒരു 1.5 മാസം ആകുന്നതിന് മുമ്പ് തന്നെ എനിക്കത് നഷ്ടമായി. ഞാൻ അന്ന് ഒത്തിരി സങ്കടപ്പെട്ടു. ഞാൻ ഹോസ്പിറ്റലിൽ കിടന്ന് നല്ലോണം കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച്, ഒത്തിരി അത്ഭുതം നടത്തുന്ന അമ്മയല്ലേ, എൻ്റെ കുഞ്ഞിനെ എനിക്ക് തിരിച്ചു തരണം, ഒരാപത്തും വരുത്തരുതേന്ന്. പക്ഷേ എനിക്കത് കിട്ടിയില്ല, അത് പോയി. അതെനിക്ക് ഒത്തിരി സങ്കടം ഉണ്ടാക്കി. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വന്ന് ഞാൻ പറഞ്ഞെന്ത്, നീ പ്രാർത്ഥന ചൊല്ലുന്നില്ലേ, നീ ഉടമ്പടി എടുത്തല്ലേ, പോയി പ്രാർത്ഥനയില്ലേ? ഞാൻ പറഞ്ഞില്ല, ഞാൻ പ്രാർത്ഥന ചൊല്ലത്തില്ല. ഞാൻ ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും അമ്മ എൻ്റെ പ്രാർത്ഥന കേട്ടില്ല, എൻ്റെ കുഞ്ഞിനെ എനിക്ക് നഷ്ടമായി, ഞാൻ ഇനി പ്രാർത്ഥിക്കത്തില്ലെന്ന് പറഞ്ഞു. ഇച്ചായൻ പറഞ്ഞ്, അങ്ങനെയൊന്നും പറയരുത്, ദൈവം തന്ന് അത് ദൈവം എടുത്ത്, അത് ദൈവത്തിനുള്ളത് കൊണ്ടായിരിക്കും ദൈവം എടുത്തത്. ചിലപ്പം നിനക്ക് വരാനുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടൊന്നും മാറ്റിയതായിരിക്കാം ദൈവം നിന്നെ. പക്ഷേ എങ്കിൽ പോലും എനിക്ക് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ആ ഒരു ബുദ്ധിമുട്ട് മാറിയില്ല. പ്രാർത്ഥനയിലൊക്കെ പുറകോട്ടായി, വിശ്വാസമൊക്കെ കുറഞ്ഞു തുടങ്ങി, ഭയങ്കര ബുദ്ധിമുട്ടായി. എങ്കിൽ പോലും ഞാനിവിടെ വന്ന് അച്ഛനെ കാണണമെന്ന് പറഞ്ഞ് ഇവിടെ വന്ന് കുറേ നേരം നിന്നു. പക്ഷേ അവർ കാണാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അന്ന് അച്ഛൻ നോക്കത്തില്ല എന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛൻ എവിടെയോ ധ്യാനത്തിന് പോകാനായിട്ട് ഇറങ്ങി. ഞാനപ്പോൾ എൻ്റെ മനസ്സിവിടെ നിന്ന് പ്രാർത്ഥിക്കുന്ന, അമ്മ എനിക്ക് അച്ഛനെ കാണണം, അച്ഛനെ കണ്ടാലേ എനിക്ക് കുറച്ചെങ്കിലും എൻ്റെ വിശ്വാസം വീണ്ടെടുക്കാൻ പറ്റത്തുള്ളൂ, എനിക്കൊന്ന് അച്ഛനെ കാണാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാക്കി തരണേന്ന് ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് അച്ഛൻ എവിടെയോ ധ്യാനത്തിന് പോകാൻ വേണ്ടി ഇറങ്ങിയത് ഞാൻ ഓടിപ്പോയി അച്ഛനെ കണ്ട് ഞാൻ പറഞ്ഞു, വെച്ചാൽ ഞാൻ ഇവിടെ വന്നായിരുന്നു, ഞാനിവിടെ വന്നതിന് ശേഷമാണ് ഇങ്ങനെ പ്രഗ്നൻ്റ് ആയത്. പക്ഷേ എനിക്കത് പോയി വെച്ചാൽ അന്നോട്ട് എനിക്ക് പ്രാർത്ഥനയിലൊന്നും അധികം എനിക്ക് പറ്റുന്നില്ല, എനിക്ക് പ്രാർത്ഥന ചൊല്ലാൻ പറ്റുന്നില്ല. അപ്പം അച്ഛൻ എൻ്റെ വയറ്റിൽ കൈവച്ചിട്ട് പറഞ്ഞു, പേടിക്കേണ്ട, കുഴപ്പമില്ല, ഉടനെ അടുത്താകും, വിഷമിക്കേണ്ട, പ്രാർത്ഥനയൊക്കെ ചൊല്ലിക്കോ എന്നൊക്കെ പറഞ്ഞു.
അതെനിക്ക് വലിയൊരു ആശ്വാസം തന്നെയായിരുന്നു. പിന്നെയും ഞാൻ എൻ്റെ പ്രാർത്ഥനകളെല്ലാം പഴയതുപോലെ തുടങ്ങി. വെളുപ്പിനെ ആണെങ്കിലും രാത്രി ആണെങ്കിലും എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ എൻ്റെ മക്കളെ ചില ദിവസമൊക്കെ എൻ്റെ മക്കൾ എൻ്റെ കൂടെ വെളുപ്പിനൊക്കെ പ്രാർത്ഥനയെല്ലാം എഴുന്നേറ്റിരിക്കുമ്പോൾ എപ്പോഴും പ്രാർത്ഥന തീരുമ്പോൾ ചോദിക്കും, അമ്മ ഉപ്പും തേനും താമ ഞങ്ങൾക്ക് ചോദിച്ച് മേടിക്കും അവർ. കാരണം അവർക്ക് അത്ര ഇഷ്ടമാണ്. മാതാവിലാണേലും കൃപാസനത്തിൽ പോകാമെന്ന് പറയും. ഭയങ്കര ഇഷ്ടമാണ് കൃപാസനം അമ്മയുടെ ഉപ്പ് താമ. എവിടെയെങ്കിലും പോകുമ്പോൾ അവൾ പറയും, അമ്മ കൃപാസനം പ്രാർത്ഥന എടുക്കുന്നില്ലേ, പോകുമ്പോൾ കൊണ്ടുപോകാനായിട്ട് അങ്ങനെ പറയാറുണ്ട്. അത്രയ്ക്ക് ഇഷ്ടമാണ് അവർക്ക്. യൂട്യൂബിലാണേലും അവൾ ധ്യാനമൊക്കെ എടുത്ത് എനിക്ക് തരും. അമ്മയുടെ കൃപാസനം പ്രാർത്ഥന അമ്മ കൂടുന്നില്ലേ എന്ന് ചോദിച്ച് ധ്യാനമൊക്കെ ആണെങ്കിലും ഞാൻ യൂട്യൂബിൽ മുടങ്ങാതെ കൂടും. പിന്നെ ഞാൻ ചെയ്യുന്ന കാരുണ്യ പ്രവൃത്തികളെന്ന് പറഞ്ഞാൽ എനിക്ക് പുറത്തെങ്ങും പോയി ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഞാൻ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ അധികം നാൾ അങ്ങനെ നിന്നിട്ടില്ല. ഞാൻ ഇപ്പോൾ പോയിട്ട് ഒരു 3-4 മാസം എങ്ങാണ്ടേ ആയിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് അധികം ആരെയും വലിയ പരിചയമില്ല, സ്ഥലങ്ങളൊന്നും അത്ര വലിയ പരിചയമില്ല. എങ്കിൽ പോലും ഞാൻ എന്നെക്കൊണ്ടാകുന്ന രീതിയിൽ ഭിക്ഷാടനത്തിന് വരുന്നവരാണെങ്കിൽ പോലും എൻ്റെ വീട്ടിൽ വരുന്ന ആരും വിശന്ന വയറോടെ പോകാറില്ല. വയറ് നിറച്ച് ഭക്ഷണം കൊടുത്തേ ഞാൻ അവരെ വിടാറുള്ളൂ. വസ്ത്രമാണെങ്കിൽ പോലും വസ്ത്രമില്ലാത്തവർക്ക് ഞാൻ വസ്ത്രം കൊടുക്കും. അത് നല്ല വൃത്തിയുള്ള വസ്ത്രം തന്നെ ഞാൻ കൊടുക്കാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. ഭക്ഷണം വയറ് നിറച്ച് കൊടുക്കും. എനിക്ക് അങ്ങനത്തെ കൊച്ചു കൊച്ചു കാരുണ്യ പ്രവൃത്തികളൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ. പിന്നെ ഞാൻ പൊതിച്ചോറ് വല്ലപ്പോഴും ഒക്കെ ഞാൻ കൊടുക്കും. പൊതിച്ചോറ് കൊണ്ടുപോയി റോഡ് സൈഡിലൊക്കെ ഇരിക്കുന്നവർക്കൊക്കെ ഞാൻ കൊടുക്കാറുണ്ട്.